ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഴനിയിലെ രാത്രി കാഴ്ചകളാണ് കണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ പഴനിയിലെ പകൽ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്, രാവിലത്തെ കുറച്ച് സമയം. അപ്പോൾ ഞങ്ങൾ കുളിച്ച് മാറ്റി രാവിലെ അമ്പലത്തിൽ മല കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണിയാണ്. വേഗം പോയി മല കയറി വരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ട പട്ടുകാടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഫോൺ അലൗഡ് അല്ലാത്ത കാരണം നമ്മൾ റൂമിൽ വെച്ചിട്ട് പോവാണ് ഫോണ്. അപ്പോൾ പോയി വന്നിട്ട് കാണാം. ഇനി അങ്ങോട്ട് കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ പഴനിയിൽ വന്നപ്പോൾ എടുത്ത വീഡിയോസാണ്. ഇത്തവണ നമ്മൾ ഫോണ് റൂമിൽ വെച്ച് വന്ന കാരണം പകലിലത്തെ ഒരു കാഴ്ചയും എടുത്തിട്ടില്ല. നമ്മൾ വീഡിയോ കുറച്ച് ഭാഗം നമ്മൾ പഴനിമല കയറി ഇറങ്ങുന്ന വരെയുള്ള കുറച്ച് ഭാഗം വീഡിയോ ഭയങ്കര ഷെയ്ക്കായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് പഴനിമലയുടെ പകൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. വിഞ്ചിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പഴനിമലയിലേക്ക് കയറുന്ന എൻട്രൻസിൻ്റെ, അതായത് ആ കവാടത്തിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് വിഞ്ച് സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴി വരുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കാണ് റോപ്പ് കാറിലേക്കും പോകേണ്ടത്. ഇതാണ് പഴനിമലയിലുള്ള ഒരു ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വിഞ്ച് സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്ന ഈ ക്യൂ വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്തെല്ലാം ക്യൂ ആണ് കേട്ടോ. നമ്മളിതിപ്പോൾ കഴിഞ്ഞ തവണ വന്ന വീഡിയോ ആണ്, വിഞ്ചിൽ കയറാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. പക്ഷേ ഇത്തവണ നമ്മളിവിടെ വന്നപ്പോൾ ക്യൂ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്ത ആ ഭാഗം തൊട്ടിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു. 1 മണിക്കൂറും 2 മണിക്കൂറും അല്ല ക്യൂ നിന്നാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുകയെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ വിഞ്ച് ട്രെയിനൊന്നും കാത്തു നിൽക്കാതെ പിന്നെ സ്റ്റെപ്പ് കയറി വീണ്ടും ഇങ്ങോട്ട് നടന്ന കവാടത്തിൻ്റെ അവിടുന്ന് റൈറ്റിലേക്ക് നമ്മൾ കുറച്ചധികം നടക്കാനുണ്ട്. അത്രയും ദൂരം തന്നെ വീണ്ടും നമ്മൾ കവാടത്തിൻ്റെ അങ്ങോട്ട് നടന്നിട്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെയാണ് കുറേ സമയം നമുക്ക് വൈകിപ്പോയത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ തവണ എടുത്തതാണ്. ഇത് ഇങ്ങനെ നമുക്ക് വേഗം ടിക്കറ്റ് കിട്ടി കേട്ടോ. ക്യൂ നിൽക്കേണ്ടി വന്നൊന്നുമില്ല, തിരക്കില്ലാത്ത സമയമായതുകൊണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അവർ ഓരോ പാർട്ടാക്കിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് എ കോച്ച്, ബി കോച്ച്, അങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ടാകും. എന്നിട്ട് ഇങ്ങനെ ഓരോ വിഞ്ച് അവിടെ നിന്ന് വരുമ്പോൾ അതിലേക്ക് ഫസ്റ്റ് കോച്ചിലുള്ളവരെ ആദ്യം കയറ്റും. പിന്നെ അടുത്ത ട്രെയിൻ വരുമ്പോൾ സെക്കൻഡ് കോച്ചിലുള്ളവരെ കയറ്റും. അങ്ങനെയാണ്. അപ്പോൾ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ആകെ 2 വിഞ്ചേ ഉള്ളൂ. അപ്പോൾ ഒരു വിഞ്ച് മേലേക്ക് പോയിട്ട് അത് തിരിച്ച് വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷേ അധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കാരണം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ 2 വിഞ്ചും ഏകദേശം പിന്നെ താഴോട്ട് എത്തുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. പിന്നെ ഒരുപാട് തവണ നമ്മൾ പഴനിയിൽ വന്നിട്ടുണ്ടെങ്കിലും വിഞ്ചിലൂടെ നമ്മൾ പഴനിമല കയറുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരിക്കലെങ്കിലും പഴനിയിൽ വന്നാൽ ഒരിക്കലെങ്കിലും ഈ വിഞ്ചിലൂടെ നമ്മൾ പഴനിമല കയറുകയാണെങ്കിൽ ആ കാഴ്ചയും ആ ഒരു സന്തോഷം നമുക്ക് വേറെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ പഴനിമല കയറുമ്പോൾ കാണുന്ന ഒരു കാഴ്ചകളല്ല ഇതിലെ വിഞ്ചിലൂടെ നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്പ് കയറുന്ന ഒരു കാഴ്ചകളല്ല. അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഇത്രയും മേലേക്ക് നമ്മൾ കയറി പോകുമ്പം താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നി.
പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ദർശനം ക്യൂ ഉണ്ട്, 100 രൂപയുടെ ദർശന ക്യൂ ഉണ്ട്, അതുപോലെ ഫ്രീ ദർശനം ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് 100 രൂപയുടെ ദർശനത്തിന് നമുക്ക് അധികം ക്യൂ ഒന്നും നിൽക്കേണ്ടി വരില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ശ്രീകോവിലിൻ്റെ അടുത്ത് പിന്നെ ഡോറിൻ്റെ അടുത്തായിട്ട് നമുക്ക് പോയിട്ട് മുരുകനെ കണ്ടു തൊഴാൻ പറ്റും ഈ 100 രൂപയുടെ ക്യൂ. പക്ഷെ 10 രൂപയുടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. കാരണം അത് ആരും ഫ്രീ ദർശനം ഉണ്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആരും ശ്രദ്ധിക്കില്ല. 100 രൂപയുടെ ക്യൂവും അതുപോലെ 10 രൂപയുടെ ദർശനവും ക്യൂ ഉള്ളൂ എന്നാണ് എല്ലാവരും പെട്ടെന്ന് ആദ്യമായിട്ട് വരുന്നവരൊക്കെ അങ്ങനെയാണ് കരുതുക. അപ്പോൾ വേഗം 10 രൂപയുടെ, കാരണം കയറി വരുന്ന ഭാഗത്ത് തന്നെ അവർ 10 രൂപയുടെ ദർശന ക്യൂ അല്ലെങ്കിൽ 100 രൂപയുടെ ദർശന ക്യൂ എന്ന് മാത്രമാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഫ്രീ ദർശൻ ഉണ്ടെന്ന് അവർ വെച്ചിട്ടില്ല ഫ്രണ്ട് ഭാഗത്ത്. അതുകൊണ്ട് നമുക്ക് ഈ വേഗം 10 രൂപയുടെ ക്യൂവിലേക്ക് എല്ലാവരും കയറും. അത് കാരണം 10 രൂപയുടെ ക്യൂവിൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ എന്നാൽ കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡ്, അതായത് പഴനി ശ്രീകോവിലിൻ്റെ മുൻഭാഗം, നമ്മൾ കയറി വരുന്ന മുൻഭാഗത്തു നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഫ്രീ ദർശൻ എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട്. അതിലെ ഫ്രീ ദർശനിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ 10 രൂപയുടെ ക്യൂവിൻ്റെ അത്ര തിരക്കുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെപ്പോൾ വന്നാലും ഫ്രീ ദർശനത്തിലൂടെയാണ് കാണാൻ പോവാറ്. ഈ ഫ്രീ ദർശൻ ക്യൂവിലൂടെ പോകുന്നവരും 10 രൂപ ദർശന ക്യൂവിലൂടെ പോകുന്നവരും എത്തുന്നത് ഒരേ സ്ഥലത്താണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം, ഫ്രീ ദർശനത്തിലൂടെ പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ തിരക്കില്ലാതെ പോവാൻ നല്ലത്. നമ്മളിവിടുന്ന് കയറുമ്പോൾ അവർ ചെക്ക് ചെയ്തിട്ടാണ്, ഇന്നലെയൊക്കെ അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് മേലേക്ക് കയറ്റിയത്. അപ്പം
അതുപോലെ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇന്നും നമ്മൾ ഫോൺ കൊണ്ടുപോകുന്നത്. അവിടെ ഒരുപാട് പേര് സെൽഫി എടുക്കുന്നുണ്ട്, അതുപോലെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. പോവാ, ഞങ്ങൾക്ക് പോവാനുള്ള സമയമായി. എത്ര മണി ട്രെയിൻ? 9:15. അടുത്ത സമയം 8:30 ഞങ്ങൾ വിഞ്ചിൽ പോവാന്ന് വിചാരിച്ചപ്പോ നോക്കുമ്പോ നല്ല തിരക്ക്. ഇനി വരികയാണെങ്കിൽ വൃശ്ചിക മാസത്തിൽ ആരും വരരുത്, സ്വാമിമാരുടെ ഭയങ്കരമായ തിരക്കാണ്. ഇന്നലെ ഒന്നും ഇങ്ങോട്ട് അടുക്കാൻ പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ കാർത്തികയും കൂടെ ആയ കാരണം ഇന്നലെ കുറച്ചധികം തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അത്ര ഇല്ലാന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഞങ്ങള് ഒരു 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇവിടെ വന്നിരുന്നത് തുലാമാസത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാതെ നല്ല എന്താ പറയാ സുഖത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഭഗവാനെ കണ്ടു തൊഴാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടിയൊക്കെ വന്നു. സ്വാമിമാരെ തിരക്കായിരുന്നു കൂടുതൽ. ശബരിമല സീസൺ ആയ കാരണമാണ് ഇങ്ങനെ തിരക്ക്. ഇവിടെ ഒരു ശബരിമലയാണോ തോന്നിപ്പോയി, അത്രയും സ്വാമിമാരുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അപ്പൊ ബിഞ്ചിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരുന്ന തോന്നിയപ്പോൾ ഇന്നും നമ്മൾ പടി ചവിട്ടി കയറുക ചെയ്തത്. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എന്നാ വിഞ്ചിൽ സമയമില്ല എന്നാ വേഗം വിഞ്ചിൽ വരാന്ന് കരുതി നോക്കുമ്പോൾ അപ്പോഴും ഇതുപോലെ തന്നെ തിരക്കുമാണ്. പിന്നെ ടൈം എന്തോ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇനി ടിക്കറ്റ് കൗണ്ടർ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി തന്നെ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയം വൈകി. ഇപ്പോൾ 8:30 6 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചുറ്റി തിരിഞ്ഞൊക്കെ കാരണം നേരം വൈകിയതാണ്. ഇനിയിപ്പോൾ പിന്നെ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്യൂ ഉണ്ട്. 10 രൂപ ടിക്കറ്റിൻ്റെ ക്യൂവും 100 രൂപ ടിക്കറ്റിൻ്റെ ക്യൂവും പിന്നെ ഫ്രീ ദർശനം, ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ക്യൂ ആയിരുന്നു 3-ലും. അപ്പോൾ അങ്ങനെയൊക്കെ തൊഴുതു, എന്നാലും കുഴപ്പമില്ലാതൊക്കെ തൊഴുതു പോന്നു. ഇനിയിപ്പോൾ 9:15 ട്രെയിന്. അപ്പം ഇനി പോവല്ലേ, പോണ വിശേഷങ്ങളൊക്കെ വഴി കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ എടുത്ത റൂം. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മുടെ ട്രെയിനിൻ്റെ ടൈമായിട്ടുണ്ട്. ഞങ്ങളിതാ പോവുകയാണ്. മലയോട് വിട പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. പോവാ വേഗം, ട്രെയിനിൻ്റെ ടൈം. കൈയൊന്നും പിടിക്കാതിരിക്കണ്ടേ. ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. നമുക്ക് 1-ലാണ് ട്രെയിൻ വരിക. അപ്പം ഇതിലേ പോവാം. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം 1-ലെത്തിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല, ആകെ നേരം വൈകി. എന്താ സംഭവിച്ച് തിരക്കൊണ്ടായിരിക്കാം. കുറേ ക്യൂ നിന്നിട്ടാണ് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റിയത്, കണ്ടു തൊഴാൻ പറ്റിയത്. അപ്പോൾ ക്യൂ നിന്നത് കൊണ്ടായിരിക്കാം മേലെ തന്നെ കുറേ സമയം പോയി.
നമ്മളിതാ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇന്റർസിറ്റി അല്ലേ? ട്രെയിനിൽ തിരക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വരാൻ സാധ്യതയില്ല. കുറച്ച് കഴിഞ്ഞാൽ തിരക്കാവുമായിരിക്കും. അതിന് ഫുള്ള് കാലിയാണോ? തിരക്കൊന്നുമില്ല, സീറ്റുകളൊക്കെ കാലിയായി കിടക്കും. നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിന് തന്നെ വന്നു. നേരത്തെ നമ്മൾ പഴനിയിലെത്താൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. 9:12 ട്രെയിന് 9:25 വന്നത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയെങ്കിലും ട്രെയിൻ നല്ല സ്പീഡായിരുന്നു. അതുകൊണ്ട് കോയമ്പത്തൂരിൻ്റെ മുന്നത്തെ സ്റ്റോപ്പ് പോത്തന്നൂർ നേരത്തെ എത്തിയിരുന്നു. 11:18 അങ്ങനെ എന്തോ ആണ് അവിടുത്തെ സമയം. പക്ഷെ അതിനേക്കാൾ മുന്നേ എത്തി. ഒരു 10-15 മിനിറ്റോളം അവിടെ നിർത്തിയിട്ട് അവിടുന്ന് 11:30 എടുക്കുന്ന സമയം, ട്രെയിൻ എടുക്കുന്ന സമയം. അപ്പോൾ 11:30 ശേഷമാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ ഇവിടെ കറക്റ്റ് ടൈമിന് 12:10 എത്തി. പിന്നെ ഇനിയിപ്പോൾ ഇത് നല്ല ഉറക്കമാണ്. നമുക്ക് നമ്മൾ പഴനിയിൽ നിന്ന് വന്ന ട്രെയിന്, പഴനിയിൽ നിന്ന് മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ വന്നത്. അതേ സെയിം ട്രെയിൻ തന്നെയാണ് ഇനി കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആയിട്ട് ഇവിടുന്ന് പോകുന്നത്. ബോർഡ് ജസ്റ്റ് മാറ്റും. പിന്നെ ചിലപ്പോൾ ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ അറിയില്ല. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ അവർ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിരുന്നു. ക്ലീനിങ് ചെയ്യുന്ന ചേച്ചിമാർ വന്നപ്പോൾ ഇറങ്ങി തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിരുന്നു. ഇന്നലെ നമ്മൾ വന്നപ്പോൾ അപ്പുറത്തെ സ്റ്റേഷൻ 5th പ്ലാറ്റ്ഫോമിലായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ 4th അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങാമെന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് തന്നു ഫുഡ്. അപ്പോൾ പിന്നെ ഇനി വെറുതെ ബാഗും ലഗേജൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകണ്ടല്ലോ, വെയിലും ചൂടൊക്കെ കൊള്ളണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി സ്റ്റേഷനിൽ തന്നെ വാങ്ങി. പിന്നെ ടിക്കറ്റ് എടുത്തിരുന്നില്ല, കാരണം ഫുഡ് കഴിക്കാൻ എന്തായാലും പുറത്ത് പോകുമല്ലോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാമെന്നാണ് കരുതിയത്. ഓൺലൈനായിട്ടായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പം ഇത്തവണ ഓൺലൈൻ എടുക്കണില്ല, നമ്മൾ എങ്ങനെയായാലും ഫുഡ് കഴിക്കാൻ പുറത്ത് പോകുമല്ലോ. അപ്പം അവിടുന്ന് വാങ്ങാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പുറത്ത് പോകണില്ല. അപ്പോൾ നോക്കുമ്പോൾ സ്റ്റേഷനിൽ ഇരുന്നിട്ട് നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ജിനേട്ടൻ ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്.
പേടിയായി. ഇതിനേട്ടാ കൊരങ്ങനെ ചിപ്സ് ഇട്ട് കൊടുത്തതിന് രേതു പേടിച്ച് കരഞ്ഞ് തിന്നാൻ വന്നത്. മാങ്ങ കക്കരി മാങ്ങ നല്ല പുളിയായിരിക്കും ചെയ്തോ. ആഹാ ഈ മാങ്ങ പുളി ഉണ്ടാകുക പുളി ഇല്ലാത്ത മാങ്ങ ഉണ്ട് കേട്ടോ പെൺമാൻ അങ്ങനെ പഴനി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.